Wigglesworth. How many of you heard about him, Wigglesworth? എത്ര പേര് വിഗിൾസ്വർത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? He has raised many dead people. അവൻ മരിച്ചവരായി ഒരുപാട് പേര് ഉയർത്തിയിട്ടുണ്ട്. Faith. വിശ്വാസത്തിന്റെ He അപ്പോസ്തലൻ. was a man of the spirit, man of the word. അദ്ദേഹം ആത്മാവിലും വ്യക്തിയുമായിരുന്നു, വചനം കൊണ്ടുള്ള നിറഞ്ഞ വ്യക്തിയായിരുന്നു. Tongues are all the time word. എപ്പോഴും അന്യഭാഷ സംസാരിക്കും, അല്ലെങ്കിൽ എപ്പോഴും വചനം വായിക്കും. In the Western countries, പാശ്ചാത്യ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. in the Western countries, പാശ്ചാത്യ even രാജ്യങ്ങളിൽ the poorest man will save money. പാവപ്പെട്ടവൻ പോലും പണം ശേഖരിച്ചു വെക്കും. And once in a year they go for vacation. വർഷത്തിൽ ഒരിക്കൽ അവർ അവധിക്കാലം ചെലവഴിക്കാൻ കടന്നു പോകും. 15 ദിവസം, 15 ദിവസം, 20 ദിവസം കുടുംബം ഒന്നടങ്കം അവർ കടന്നു പോകും. അവർ മറ്റു രാജ്യങ്ങളിലേക്ക്, ഏതെങ്കിലും കടൽ തീരത്തിലേക്ക് എവിടെയെങ്കിലും കടന്നു പോകും. അത് അവരുടെ അവധിക്കാലമാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നടക്കാൻ പോകുക, ഇത് എത്രയേ ഉള്ളൂ. വിഗിൾസ്വർത്ത് ഒരിക്കൽ പോലും അതിനെ പോയിട്ടില്ല. പാശ്ചാത്യ ലോകത്തുള്ളവർക്ക് ഇതൊരു തമാശ ഉള്ള വിനോദമാണ്. അവർ വിഗിൾസ്വർത്തിനോട് ചോദിച്ചു, വിഗിൾസ്വർത്തെ, നിങ്ങൾ ഒരിക്കലും അവധിക്കാലം ചെലവഴിക്കാൻ പോകാറില്ലല്ലോ. അതിന് അദ്ദേഹം പറഞ്ഞത്, എല്ലാ ദിവസവും ഞാൻ അവധിക്കാലം ചെലവഴിക്കാൻ പോകുന്നുണ്ട്. അവർ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പറയുന്നത്? അദ്ദേഹം പറഞ്ഞത്, വേദപുസ്തകം യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, ദൈവം തന്റെ ജനത്തോട് സംസാരിക്കും അന്യഭാഷയിലൂടെ, വ്യത്യസ്തമായ ഭാഷകളിലൂടെ. യെശയ്യാവ് 28, വേഗത്തിലെടുക്കാം. യെശയ്യാവ് 28, യെശയ്യാവ് 28:11. എല്ലാവരും വായിച്ചാട്ടെ. എല്ലാവരും പറഞ്ഞാട്ടെ. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. അവൻ ഈ ജനത്തോട് സംസാരിക്കും. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയാലും. ആരാ സംസാരിക്കുന്നത്? ദൈവം. ആരാ സംസാരിക്കുന്നത്? ദൈവം. ആരോടാണ് അവൻ സംസാരിക്കുന്നത്? എന്നോട് പറഞ്ഞാട്ടെ. തന്റെ ജനത്തോട് സംസാരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ എങ്ങനെ പ്രസംഗിക്കുന്നത്? ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഞാൻ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ടുമുണ്ട്. പല വിഷയങ്ങൾ എൻ്റെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോകും. അത് നല്ലൊരു വിഷയമാണ്. അധികാരത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് എല്ലാ വിഷയങ്ങളും ഇങ്ങനെ കടന്നു പോകും. എന്നാൽ ഞാൻ അധികം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് അവൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങും. ആ സമയത്ത് ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടത് അതെന്റെ മുമ്പിലൂടെ കടന്നു പോകും. ഈ തിരുവഴുത്ത്, ഈ തമാശ, ഈ ഉദാഹരണം, അങ്ങനെ ഞാൻ അങ്ങനെ അന്യഭാഷയിൽ 3 മണിക്കൂർ സംസാരിക്കാറുണ്ട്. ഞാൻ ആ സന്ദേശം എടുത്ത് 20 മിനിറ്റ് കൊണ്ട് എഴുതി അങ്ങെടുക്കും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എല്ലാവരും ഇതേപോലെ പകർത്തണമെന്ന് ഞാൻ പറയില്ല. എന്നാൽ നിങ്ങളൊരു പ്രവാചകനായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ വായായിരുന്ന് അവനെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇതാണ് രഹസ്യം. നിങ്ങൾ എന്തെങ്കിലും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അധികം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ ഏറ്റവും വലിയ ആ ഉപദേശകൻ നിങ്ങളെ നിറച്ച് നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ അവൻ തരും.